morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എന്താണ്? Derive the mean and variance of an exponential distribution. Exponential distributionന്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കാൻ. ഇത് ജൂൺ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. Exponential distributionന്റെ probability density function നമുക്ക് അറിയാം. We know that probability density function of an exponential distribution exponential distribution is f of x is equal to exponential distribution probability density function നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് lambda into e raised to minus lambda x where x greater than or equal to 0 and equal to 0 otherwise. ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അത് എഴുതാം f of x is equal to lambda into e raised to minus lambda x x greater than or equal to 0 otherwise. ഇനി നമുക്ക് ഇതിന്റെ മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ കാണാനായിട്ട് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് x ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് x കണ്ടുപിടിക്കുമ്പോൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് 0 to infinity ഉണ്ട്. x greater than or equal to 0 to infinity ഇതിന്റെ ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്? നമുക്ക് ഇങ്ങനെ x into f of x dx ഇതാണ് നമ്മുടെ ഫോർമുല. എക്സ്പെക്ടേഷൻ x കാണാനുള്ള ഫോർമുല ഇന്റഗ്രൽ 0 to infinity x into f of x dx. That is integral ഇവിടെ 0 to infinity x into f of x എന്താണ്? f of x എന്ന് പറഞ്ഞാൽ lambda into e raised to minus lambda x dx. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലാംഡ ടേക്ക് ഔട്ട്സൈഡ്. ലാംഡ ഈസ് എ കോൺസ്റ്റന്റ് ആണ്, അത് നമ്മൾ ഔട്ട്സൈഡ് എടുത്തു. ദെൻ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ x, സെക്കൻഡ് ഫംഗ്ഷൻ e raised to minus lambda x. ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യണം. ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ into x into integral of second e raised to minus lambda x by minus lambda minus 1 into derivative of first function into e raised to minus lambda x by minus lambda into minus lambda square. ഇവിടെ നമ്മൾ ഉപയോഗിച്ച റിസൾട്ട് ഏതാണ്? ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ. ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ലാംഡ കോൺസ്റ്റന്റ് ആണ് നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പൊ x ഒരു ഫംഗ്ഷൻ e raised to minus lambda x സെക്കൻഡ് ഫംഗ്ഷൻ. ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റൂൾ ആണ് ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ. ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ പറയുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ആദ്യം പ്ലസ് ഇടുക, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് minus derivative of first into integral of second, then plus derivative of first into integral of second. But derivative തീർന്നു പോകുന്നതാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്, രണ്ടാമത് എടുക്കുന്നത് തീർന്നു പോകാത്തത്. അപ്പൊ x എന്നുള്ളതിന്റെ ഡെറിവേറ്റീവ് തീർന്നു പോകുന്നുണ്ട്, അത് ആദ്യം എടുക്കുന്നു. ആദ്യം നമ്മൾ പ്ലസ് ഇടുന്നു, അപ്പൊ ആദ്യം x ഇടുന്നു ഫസ്റ്റ് ഫംഗ്ഷൻ. e raised to minus lambda x ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? e raised to minus lambda x by minus lambda minus derivative of first function x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. e raised to minus lambda x by minus lambda യുടെ ഇന്റഗ്രേഷൻ എന്താണ്? e raised to minus lambda x by ഒരു മൈനസ് ലാംഡ കൊണ്ട് കടന്നു വരും. അപ്പോൾ minus lambda into minus lambda square. അപ്പോൾ ഇന്റഗ്രേഷൻ പൂർണ്ണമായി കഴിഞ്ഞു. അപ്പോൾ ഈ ബ്രാക്കറ്റ് നിർബന്ധമായിട്ട് നമ്മൾ എടുക്കണം. ഈ ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ ഉപയോഗിക്കുമ്പോൾ ആദ്യം രണ്ട് ഫംഗ്ഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഏത് ഫംഗ്ഷൻ ആണ് ഫസ്റ്റ് എടുക്കേണ്ടത്, ഏതാണ് സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കേണ്ടത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. രണ്ട് ഫംഗ്ഷനും പുട്ട് ഇൻ എ ബ്രാക്കറ്റ്. അത് രണ്ട് നമ്മൾ ബ്രാക്കറ്റിൽ ഇടണം, നിർബന്ധമാണ്. x നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടു, e raised to minus lambda x ബ്രാക്കറ്റിൽ ഇട്ടു. അതിനുശേഷം ഫസ്റ്റ് ഫംഗ്ഷൻ ആദ്യം നമ്മളോട് ചിഹ്നം പ്ലസ് ആണ്. അപ്പൊ x into ഫസ്റ്റ് ഫംഗ്ഷൻ into integral of second e raised to minus lambda x ന്റെ ഇന്റഗ്രൽ എന്താണ്? e raised to minus lambda x by minus lambda. ഈ x ന്റെ കോഎഫിഷ്യന്റ് താഴെ എഴുതുക മൈനസ് x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. x ന്റെ ഡെറിവേറ്റീവ് 1. e raised to minus lambda x by minus lambda ഇന്റഗ്രേഷൻ എടുക്കുക. അപ്പൊ e raised to minus lambda x by lambda square. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലാംഡ ഇൻടു ഇവിടെ അപ്പർ ലിമിറ്റ് ഇവിടെ x ന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ e raised to minus infinity. e raised to minus infinity വാല്യൂ എത്രയാണ്? e raised to minus infinity 0 ആണ്. അപ്പൊ ആദ്യം നമുക്ക് 0 കിട്ടും. രണ്ടാമത് നമ്മൾ ഇവിടെയും കൊടുക്കുമ്പോൾ നമ്മൾ e raised to minus infinity അവിടെയും നമുക്ക് 0 കിട്ടും. അപ്പൊ അപ്പർ ലിമിറ്റ് രണ്ടും 0 ആയി. ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആദ്യത്തെ ടേം നമുക്ക് 0 ആയി പോകും. x ന് 0 കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ടേം എന്താ കിട്ടുന്നത്?
ഇവിടെ മൈനസ് ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ 1/λ². അപ്പൊ നമുക്ക് ലാംഡ ഇൻറ്റു 1/λ². അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 1/λ. Therefore എക്സ്പെക്ടേഷൻ എക്സ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് എന്താണ്? മീൻ ഈസ് ഈക്വൽ ടു 1/λ. അപ്പൊ എക്സ്പെക്ടേഷൻ എക്സ് മീൻ ഈസ് ഈക്വൽ ടു 1/λ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അടുത്ത് നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കണം. വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? വേരിയൻസ് is equal to expectation x² minus expectation x whole square. ഇതാണ് ഫോർമുല. expectation x² minus expectation x whole square. അപ്പോൾ ആദ്യം expectation x² കണ്ടുപിടിക്കുക. expectation x² കണ്ടുപിടിക്കണം. expectation x² കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇന്റഗ്രൽ expectation x² എന്ന് പറഞ്ഞാൽ integral 0 to infinity x² into f of x dx. f of x dx. That is integral 0 to infinity x² into f of x എന്താണ്? lambda into e raised to minus lambda x dx. ഇതിൽ ലാംഡ നമ്മൾ പുറത്തേക്ക് എടുത്തു. ലാംഡ പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഇന്റഗ്രൽ 0 to infinity x² ബ്രാക്കറ്റിൽ ഇട്ടു, e raised to minus lambda x ബ്രാക്കറ്റിൽ ഇട്ടു. ഇനി നമ്മൾ ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ലാംഡ ഇൻറ്റു ഈ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഉണ്ട്. ഫസ്റ്റ് ആദ്യം പ്രസാദ് തന്നെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് e raised to minus lambda x by minus lambda minus x² ഡെറിവേറ്റീവ് എന്താണ്? 2x. e raised to minus lambda x by minus lambda വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus lambda x by minus lambda into minus lambda square. തീർന്നില്ല. പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 2x 2 വരും. that is equal to e raised to minus lambda x by minus lambda cube. ഇവിടെ വെച്ച് നമുക്ക് തീർക്കാം 0 to infinity. ഈ ഒരു കേസിൽ ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ x² ഫസ്റ്റ് ഫംഗ്ഷൻ എടുത്തു. അതിന്റെ കാരണം എന്താണ്? അതിന്റെ ഡെറിവേറ്റീവ് തീർന്നു പോകുന്നുണ്ട്. നമ്മൾ x² ഫസ്റ്റ് ഫംഗ്ഷൻ എടുത്തു, e raised to minus lambda x സെക്കൻഡ് ഫംഗ്ഷൻ എടുത്തു. അപ്പൊ x² into ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് e raised to minus lambda x by minus lambda minus x² ഡെറിവേറ്റീവ് എന്താണ്? 2x into e raised to minus lambda x by minus lambda ഇന്റഗ്രേഷൻ എന്താണ്? e raised to minus lambda x by lambda square plus 2x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 e raised to minus lambda x by minus lambda cube. minus lambda cube വന്നത് എങ്ങനെയാണ്? ഇവിടെ lambda square വരും, പിന്നെ വീണ്ടും ഒരു minus lambda വരുമ്പോൾ minus lambda cube. അപ്പോൾ ഇന്റഗ്രേഷൻ പൂർണ്ണമായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ this is equal to lambda into ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കണ്ട e raised to minus infinity ഫസ്റ്റ് ടൈം 0 ആയി പോയി, സെക്കൻഡ് ടൈം e raised to minus infinity അതും 0 ആയി പോയി, മൂന്നാമത്തെ ടൈം അതും 0 ആയി പോയി. അപ്പോ അപ്പർ ലിമിറ്റിലെ 3 കേസിൽ 0 ആണ്. ഈ ലോവർ ലിമിറ്റ് കൊടുക്കുക. ഫസ്റ്റ് ടൈം 0 ആയി പോയി, സെക്കൻഡ് ടൈം x ന് 0 കൊടുക്കുക, അതും 0 ആയി പോയി. മൂന്നാമത്തെ കേസിൽ 2 into -2 into ഇവിടെ 1/lambda cube. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ lambda into 2 into 1/lambda cube. അപ്പോൾ ലാംഡ വെട്ടിക്കളഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? 2/λ². അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് x² എന്നുള്ളത് എന്താ കിട്ടണേ? 2/λ² കിട്ടണേ. അപ്പൊ വേരിയൻസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടണേ? എക്സ്പെക്ടേഷൻ x² മൈനസ് എക്സ്പെക്ടേഷൻ x ഹോൾ സ്ക്വയർ. അപ്പൊ 2/λ² മൈനസ് എക്സ്പെക്ടേഷൻ x എന്താണ്? 1/λ ഹോൾ സ്ക്വയർ. അപ്പൊ 2/λ² മൈനസ് 1/λ², 2 minus 1 1/λ². വേരിയൻസ് നമുക്ക് എത്ര കിട്ടി? 1/λ². അപ്പൊ ഇവിടെ ഈ പ്രോബ്ലത്തിലെ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസ് നമുക്ക് കിട്ടി. മീൻ എന്ന് പറയുന്നത് 1/λ എന്ന് കിട്ടി, വേരിയൻസ് എന്ന് പറയുന്നത് 1/λ² എന്ന് കിട്ടി.